നമസ്തേ. ഭാരതീയ ദർശനത്തിലെ 3 പ്രധാനപ്പെട്ട വിഭാഗങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ദ്വൈതവും വിശിഷ്ടാദ്വൈതവും അദ്വൈതവും. ഇങ്ങനെയാണ് 3 തിരിവ്. ഈശ്വരന്റെയും പ്രപഞ്ചത്തിന്റെയും നിലനിൽപ്പ് രണ്ടാണ് എന്ന് ദ്വൈത സിദ്ധാന്തം സമർത്ഥിക്കുന്നു. ഈശ്വരന്റെ തന്നെ വിഭൂതിയാണ്, അല്ലെ, ഈശ്വരന്റെ തന്നെ ഒരു ഭാഗമാണ് ഈ പ്രപഞ്ചം എന്ന് ചിന്തിക്കുന്നവരാണ് വിശിഷ്ടാദ്വൈതികൾ. ഒരു മരം, ആ മരത്തിന്റെ തന്നെ ഭാഗമായിട്ട് അതിന്റെ ചില്ലകളും കൊമ്പുകളും ഒക്കെ വർത്തിക്കുന്നത് പോലെ ഈശ്വരന്റെ ഒരു വിഭൂതി, അല്ലെ, ഒരു പ്രത്യേക രീതിയിലുള്ള മാറ്റമാണ് ഈ പ്രപഞ്ചം, വിശിഷ്ടമായിട്ടുള്ള ഒരു ഭാവമാണെന്ന് കരുതുന്നവര് വിശിഷ്ടാദ്വൈതികള്. ഈശ്വരന്റെയും പ്രപഞ്ചത്തിന്റെയും നിലനിൽപ്പ്, അല്ലെ, ജീവനും ഈശ്വരനും രണ്ടല്ല, ജീവോ ബ്രഹ്മ ഇവ എന്ന് കരുതുന്നവര് അദ്വൈത സമ്പ്രദായക്കാരുമാണ്. ദ്വൈതത്തിന്റെ ആചാര്യനായിട്ട് വച്ചിരിക്കുന്നത് മധ്വാചാര്യനാണ്. വിശിഷ്ടാദ്വൈതത്തിന്റേത് രാമാനുജാചാര്യര്. അദ്വൈത സമ്പ്രദായത്തിന്റെ പ്രണേതാവായിട്ട് ശ്രീ ശങ്കര ഭഗവത്പാദരെയും കണക്കാക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ സിദ്ധാന്തമൊന്നും ഇവര് കൊണ്ടുവന്നതാണ് എന്ന് ധരിച്ചു പോകരുത്. അവരതിനെ ഒന്ന് മോടി പിടിപ്പിച്ചു, ഒന്ന് അടുക്കി പെറുക്കി വെച്ചു എന്ന് കരുതിയാ മതി. ഈ 3 സിദ്ധാന്തക്കാരും തങ്ങളുടെ സിദ്ധാന്തം സ്ഥാപിക്കുന്നതിന് ഉപയോഗിച്ചത് പ്രസ്ഥാനത്രയമാണ്. ദശോപനിഷത്ത്, ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം എന്ന പ്രസ്ഥാനത്രയം, ശാസ്ത്രത്രയം, 3 ശാസ്ത്രങ്ങളെയാണ് ഉപയോഗിച്ചത്. അവനവന്റെ സിദ്ധാന്തങ്ങളെ സ്ഥാപിക്കാൻ വേണ്ടി ഈ 3 സിദ്ധാന്തങ്ങളെയും തങ്ങളുടെ ദർശനത്തിന് അനുസരിച്ച് വ്യാഖ്യാനിക്കുമ്പോഴാണ് ഒരു മതം സൃഷ്ടിക്കപ്പെടുന്നത്, അല്ലെ, ഒരു സമ്പ്രദായം ഉണ്ടായി വരുന്നത്. അത്തരത്തില് ദ്വൈതത്തിന്റെ ആചാര്യനായിട്ടുള്ള മധ്വാചാര്യരും രാമാനുജാചാര്യരും, വിശിഷ്ടാദ്വൈതത്തിന്റെ രാമാനുജാചാര്യരും, അതേപോലെ അദ്വൈത തത്വത്തിന്റെ സമുദ്ഘാടകനെന്നോ അല്ലെങ്കിൽ അതിന്റെ പ്രണേതാവെന്നോ എന്ന് പറയാവുന്ന ശങ്കരഭഗവത്പാദരും ഈ ദശോപനിഷത്തുക്കൾക്കും ഭഗവത്ഗീതയ്ക്കും ബ്രഹ്മസൂത്രത്തിനും തങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഭാഷ്യം രചിച്ചിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, ദ്വൈതവും വിശിഷ്ടാദ്വൈതവും ഒക്കെ അതാതിന്റെ സ്ഥാനത്ത് ശരിയാണ്. പക്ഷെ കുറച്ചും കൂടെ വലിയ ശരി എന്ന് പറയാവുന്നത് അദ്വൈതമാണ്. അപ്പൊ അദ്വൈതിക്ക് ഈ 2 വിഭാഗക്കാരെയും ഉൾക്കൊള്ളാൻ സാധിക്കും. നേരെ മറിച്ച് അവർക്ക് അത് സാധിക്കണമെന്ന് നിർബന്ധമില്ല. ₹10 മൂല്യമുള്ളതാണ്, വിലയുണ്ട്. പക്ഷെ 20 രൂപയുടെ മുൻപില് 10 രൂപയ്ക്ക് ഇത്തിരി വില കുറവാണ്. 100 രൂപയുടെ മുമ്പില് 10ഉം 20ഉം ചെറുതായി പോകുന്നു. പിന്നെ ഈ 100 രൂപയില് 10ഉം 20ഉം അടങ്ങും, ഉൾക്കൊള്ളും. പക്ഷേ 10ല് 20ഓ 100ഓ അടങ്ങില്ല, ഉൾക്കൊള്ളില്ല. 20ല് 100ഉം ഇരിക്കുന്നില്ല. അപ്പൊ ഇതാണ് ഈ 3 സിദ്ധാന്തങ്ങളും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്. 10 രൂപയ്ക്ക് 10 രൂപയുടെ മൂല്യമുണ്ട്, 20ന് 20ന്റെ മൂല്യമുണ്ട്. പക്ഷെ 100ന്റെ അടുത്ത് വരുമ്പോൾ ഇതുങ്ങളുടെയൊക്കെ വില അല്പം കുറഞ്ഞു പോകുന്നു എന്ന് മാത്രം. ദ്വൈതശാസ്ത്രത്തിനും വിശിഷ്ടാദ്വൈത തത്വത്തിനും ഒക്കെ ഇവിടെ അതിൻ്റെതായിട്ടുള്ള സ്ഥാനം കൊടുക്കുന്നു. പക്ഷെ അദ്വൈത സിദ്ധാന്തത്തിന്റെ മുമ്പില് ഇവർക്ക് 2 പേർക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. എന്ന് വെച്ചാൽ അദ്വൈത സിദ്ധാന്തം ദർശനത്തിന്റെ പൂർണ്ണതയിലെത്തിയ സിദ്ധാന്തമാണ്. അത് ഋഷിമാരുടെ മഹത്തായ സംഭാവനയാണ്, അവരുടെ കണ്ടുപിടുത്തമാണ്. അത് അതീന്ദ്രിയമാണ്, അലൗകികമാണ്. എന്താന്ന് ചോദിച്ചാല് ഇന്ദ്രിയാതീതമായിട്ടുള്ള ആത്മതത്വമാണ് അവിടെ ഘോഷിക്കപ്പെടുന്നത്. ലൗകികമായിട്ടുള്ള കാഴ്ചപ്പാടിന്, ലൗകികമായിട്ടുള്ള അളവുകോലിന് അപ്പുറത്താണ് അതിന്റെ നിൽപ്പ് എന്നുള്ളത് കൊണ്ട് ഇത് അലൗകികമാണ്.
പഞ്ചഭൂത തത്വങ്ങൾക്ക് അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ സാധാരണഗതിയിൽ അപ്രമേയവുമാണ്. അങ്ങനെ ഈ 3 സിദ്ധാന്തങ്ങളില് ശ്രീനാരായണ ഗുരുദേവൻ എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഗുരുദേവൻ ഇതിനെ 3നെയും അംഗീകരിച്ചു. ദ്വൈതവും വിശിഷ്ടാദ്വൈതവും അദ്വൈതവും ഒക്കെ അതിൻ്റെതായിട്ടുള്ള സ്ഥാനം കൊടുത്താണ് ഗുരു അതിനെ ഗണിച്ചത്. ദ്വൈതത്തിന് സ്ഥാനമുണ്ട്. അതുകൊണ്ട് ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും സ്തോത്രങ്ങൾ എഴുതി തരികയും ഒക്കെ ചെയ്തത് ഒരു ദ്വൈതാവസ്ഥയില് ഈശ്വരൻ എന്നിൽ നിന്ന് വേറിട്ട ഒരു സത്തയാണ്. ഈശ്വരന്റെ അനുഗ്രഹം ജീവന് വർഷമായിട്ട് ചൊരിയാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള വിചാരം സാധാരണ മനുഷ്യനുള്ളത് കൊണ്ട് ആദ്യം അവരെ ദ്വൈതത്തിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് വേണ്ടതൊക്കെ ആ രീതിയിൽ ചെയ്തു കൊടുത്തു. പിന്നീട് ഇത് രണ്ടും കുറച്ചും കൂടി ഉയർന്ന തലത്തിലേക്ക് ഉള്ള രീതിയിൽ കാണണമെന്നൊക്കെ പറഞ്ഞ് വിശിഷ്ടാദ്വൈതത്തിൻ്റെതായിട്ടൊരു തലം വേണമെങ്കിൽ ഗുരു കൊടുത്തായിട്ട് നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. പക്ഷേ ഇതൊക്കെ ചെന്നു ചേരേണ്ടത് അദ്വൈതത്തിലാണെന്നുള്ള കാര്യത്തിന് ഗുരുവിന് 2 പക്ഷമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഗുരുദേവന്റെ എല്ലാ ചെയ്തികളും ആളുകളെ ഈ അദ്വൈത തത്വത്തിലേക്ക്, ഈശ്വര തത്വത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് ഗുരു വിഭാവനം ചെയ്തത്. അതുകൊണ്ട് ദ്വൈതത്തെ അംഗീകരിച്ചുകൊണ്ട് അതിനെയൊക്കെ അദ്വൈതത്തിലേക്ക് കൊണ്ടുപോകുന്നു. യജ്ഞസംസ്കാരത്തെ ഗുരു നിരുത്സാഹപ്പെടുത്തിയില്ല. അതൊക്കെ ആവശ്യമാണ്. അത് ദ്വൈതത്തിന്റെയും വിശിഷ്ടാദ്വൈതത്തിന്റെയും ഒക്കെ തലത്തിൽ നിൽക്കുന്നവർക്ക് അതത് തലത്തിലേക്ക് തന്നെ ഗുരു ഇറങ്ങി വന്ന് അവരെ അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടു പോവുകയാണ്. 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും ഒക്കെ പഠിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ അതെന്തിനാണ്? അത് ഉയർന്ന ക്ലാസ്സിലേക്ക് പോവാനാണ്. PhD എടുത്തയാള് 1ാം ക്ലാസ്സിനെയും 2ാം ക്ലാസ്സിനെയും ചെറുതാക്കി കാണിക്കുന്നുവെങ്കിൽ അത് PhD അത് ഉയർന്ന തരത്തിലേക്ക് എന്നപ്പോൾ അതിന്റെ വില കുറഞ്ഞു പോയി എന്നുള്ള അർത്ഥത്തിൽ അതിനെ തീർത്തും നിരാകരിക്കുന്നില്ല. വേറൊരാൾക്ക് അത് ആവശ്യമായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഗുരു അദ്വൈത ശാസ്ത്രത്തിന്റെ, അദ്വൈത തത്വത്തിന്റെ പ്രചാരകൻ, ആചാര്യൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ 2 പക്ഷമേ ഇല്ല. അവിടെ അദ്വൈത തത്വത്തിലെത്തുമ്പോൾ, തലത്തിലെത്തുമ്പോൾ ദർശനം പൂർണ്ണതയിൽ വരികയും ചെയ്യും. അപ്പൊ പൂർണ്ണമായ അദ്വൈത തത്വ ദർശനത്തിന്റെ പ്രവാചകനെന്ന് പറയാവുന്ന ശ്രീനാരായണ മഹാപ്രഭു ഈ അദ്വൈത സിദ്ധാന്തത്തിന്റെയും സാമ്പ്രദായികമായ വശങ്ങളെ അംഗീകരിച്ചിരുന്നു. അസമ്പ്രദായവിധ മൂർഖവത് ഉപേക്ഷണീയ എന്ന് പറയും. അദ്വൈത സിദ്ധാന്തത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു സമ്പ്രദായമുണ്ട്, അതിനൊരു രീതിയുണ്ട്, അതിൻ്റെ ഒരു മെത്തേഡോളജി ഉണ്ട്. അതിനെ അംഗീകരിച്ചുകൊണ്ട് ആ തരത്തിൽ വേണം അതിലേക്ക് പ്രവേശിക്കുവാൻ. അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറാതെ മുകളിലെത്താമെന്ന് വിചാരിക്കുന്നത് പോലെ മൗഢ്യമായിട്ട് തീരും. അദ്വൈത തത്വശാസ്ത്രം ഇവിടെ മഹർഷിമാരാൽ എഴുതപ്പെട്ട ഉപനിഷത്തുക്കളിലാണ് നിവസിക്കുന്നത്. അല്ലെ, ഉപനിഷത്താണ് അതിന്റെ ജീവസ്പന്ദനം എന്ന് പറയുന്നത്. ആ ഉപനിഷത്ത് ദർശനം ഗുരു വേണ്ടതുപോലെ അംഗീകരിച്ചിരുന്നു. അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഉപനിഷദുക്തി രഹസ്യമോർത്തിടേണം. പ്രഥമോ ഉപനിഷത്തെന്ന് ഗണിക്കപ്പെടുന്ന 1ാമത്തെ ഉപനിഷത്തെന്ന് പറഞ്ഞു വരുന്ന ഈശാവാസ്യ ഉപനിഷത്ത് ത്രിപാദങ്ങള് മലയാളത്തിലേക്ക് തർജിമ ചെയ്തു തരികയും ചെയ്തു. ഗുരുവിന്റെ ആശ്രമ സങ്കേതങ്ങളിൽ ആദ്യകാലങ്ങളിലെ ഭഗവത്ഗീതയും ഉപനിഷത്തും ഒക്കെ നിത്യപാരായണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇന്നും ആശ്രമ സങ്കേതങ്ങളില് ഗീതയുടെയും ഉപനിഷത്തിന്റെയും ഒക്കെ പാരായണം ഗുരുദേവഗതികളോടൊപ്പം നടക്കുകയും ചെയ്യുന്നു. ഉപനിഷത്തിനെ നിരാകരിച്ചുകൊണ്ട് ഒരു തത്വശാസ്ത്രം അംഗീകരിച്ചാൽ അത് അപൂർണമായിരിക്കും, അതിന് ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ ദർശനം, ഗുരുവിന്റെ ദർശനം പഠിക്കുന്ന വ്യക്തി പൂർവികന്മാരായിട്ടുള്ള ആചാര്യന്മാര് ഈ ദർശനത്തിന് സംഭാവന ചെയ്ത കാര്യങ്ങൾ കൂടി അറിയുന്നത് ഏറ്റവും ഉത്തമമാണ്. അല്ലെ, അറിയാതിരുന്നാല് ഗുരുദേവ ദർശനത്തിന്റെ ആ ഒരു മിഴിവ് നമുക്ക് വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോയെന്ന് വരാം. അപ്പൊ അത്തരത്തിലെ പൂർവസൂരികളായിട്ടുള്ള ഗുരുക്കന്മാരുടെ ഉപനിഷദുക്തികള്, അവരുടെ വാക്കുകള്, മന്ത്രങ്ങള്, ഇതിനെയൊക്കെ സ്വാംശീകരിക്കുകയും
അതിനെ ഗുരുദർശനത്തിന്റെ വെളിച്ചത്തില് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഗുരുദേവ കൃതികളിലുള്ള നമ്മളുടെ അവഗാഹം വളരെ വലുതാകും. അതുകൊണ്ട് അത്തരത്തിലെ ഉപനിഷദുക്തി രഹസ്യം പാർത്ത ഗുരുവിന്റെ പന്ഥാവിൽ കൂടി ഉപനിഷത്ത് രഹസ്യം മനസ്സിലാക്കാനുള്ള ശ്രമം കൂടി നമുക്ക് നടത്താം. നന്ദി.